Hello and welcome back to another video on daily use ചെറിയ sentences. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇപ്പോൾ സ്ഥിതി എങ്ങനെയുണ്ട്? ഇപ്പോൾ സ്ഥിതി എങ്ങനെയുണ്ട്? ഹൗസ് ദ സിറ്റുവേഷൻ നൗ? ഹൗ ഇസ് ദ സിറ്റുവേഷൻ നൗ? സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥിതി അല്ലെങ്കിൽ അവസ്ഥ. ഒന്നും മാറിയിട്ടില്ല. ഒന്നും മാറിയിട്ടില്ല. Nothing has changed. Nothing has changed. യാതൊന്നും മാറിയിട്ടില്ല എന്ന അർത്ഥമാണ് ഇവിടെ. മുൻപത്തെ പോലെ തന്നെ. മുൻപത്തെ പോലെ തന്നെ. It's same as before. It is same as before. Before എന്ന് പറഞ്ഞാൽ മുൻപത്തെ, same പറഞ്ഞാൽ അതേപോലെ. അപ്പോ മുൻപത്തേതുപോലെ തന്നെയാണ് ഇപ്പോഴും. മുൻപത്തെ പോലെ തന്നെ. ഇറ്റ്സ് സെയിം ആസ് ബിഫോർ. യാതൊരു വ്യത്യാസവുമില്ല. യാതൊരു വ്യത്യാസവുമില്ല. നോ ഡിഫറൻസ് അറ്റ് ഓൾ. നോ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമില്ല. അറ്റ് ഓൾ എന്ന് പറഞ്ഞാൽ യാതൊരു വ്യത്യാസവുമില്ല. നോ ഡിഫറൻസ് അറ്റ് ഓൾ. യാതൊരു മാറ്റവുമില്ല. യാതൊരു മാറ്റവുമില്ല. നോ ചേഞ്ച് അറ്റ് ഓൾ. നേരത്തെ നമ്മൾ വ്യത്യാസമില്ല എന്ന് പറഞ്ഞ, ഡിഫറൻസ് എന്നാണ് പറഞ്ഞത്. ഇവിടെ മാറ്റം, ചേഞ്ച്. യാതൊരു മാറ്റവുമില്ല. നോ ചേഞ്ച് അറ്റ് ഓൾ. അതേപോലെ തന്നെ നിൽക്കുകയാണ്. അതേപോലെ തന്നെ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റെ സ്ഥിതി അല്ലെങ്കിൽ നില ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ അതേപോലെ തന്നെ നിൽക്കുകയാണ്. ഇറ്റ് ഹാസ് റിമെയിൻഡ് സെയിം. ഇറ്റ് ഹാസ് റിമെയിൻഡ് ദ സെയിം. ദ സെയിം എന്ന് പറഞ്ഞാൽ അതുപോലെ. റിമെയിൻഡ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഇറ്റ് ഹാസ് റിമെയിൻഡ് ദ സെയിം എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ, പഴയതുപോലെ തന്നെ നിൽക്കുകയാണ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ റിമെയിൻഡ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. വലിയ മാറ്റമൊന്നുമില്ല. അതായത് അഗെയിൻ ഇപ്പൊ നമ്മളൊരു രോഗിയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ സ്ഥിതിവിശേഷം എന്താണ്? വലിയ മാറ്റമൊന്നുമില്ല. ദർ ഇസ് നോ ബിഗ് ചേഞ്ച്. ദർ ഇസ് നോ ബിഗ് ചേഞ്ച്. ചേഞ്ച് എന്ന് പറഞ്ഞാൽ മാറ്റം. നോ ബിഗ് ചേഞ്ച്. വലിയ മാറ്റം ഇല്ല. കാര്യമായ മാറ്റമൊന്നുമില്ല. കാര്യമായ മാറ്റമൊന്നുമില്ല. ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് ചേഞ്ച്. ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് ചേഞ്ച്. നേരത്തെ നമ്മൾ പറഞ്ഞത് വലിയ മാറ്റമില്ല. നോ ബിഗ് ചേഞ്ച്. ഇവിടെ കാര്യമായ മാറ്റമില്ല. അപ്പൊ കാര്യമായ എന്ന വാക്കിന് വേണ്ടിയാണ് നമ്മളിവിടെ സിഗ്നിഫിക്കന്റ് ഉപയോഗിക്കുന്നത്. സിഗ്നിഫിക്കന്റ്. ദർ ഇസ് നോ സിഗ്നിഫിക്കന്റ് ചേഞ്ച്. പറയത്തക്ക മാറ്റമൊന്നുമില്ല. പറയത്തക്ക മാറ്റമൊന്നുമില്ല. ദർ ഇസ് നോ ചേഞ്ച് ടു സ്പീക്ക് ഓഫ്. ദർ ഇസ് നോ ചേഞ്ച് ടു സ്പീക്ക് ഓഫ്. ടു സ്പീക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലൊരു ഇഡിയമാണ്, അതായത് ഭാഷാ ശൈലിയാണ്. അതിന്റെ അർത്ഥം പറയത്തക്ക. അപ്പോ ദർ ഇസ് നോ മാറ്റമൊന്നുമില്ല. ടു സ്പീക്ക് ഓഫ്. പറയത്തക്ക. പറയത്തക്ക മാറ്റമൊന്നുമില്ല. ഇതുവരെ ഒന്നും മാറിയിട്ടില്ല. ഇതുവരെ ഒന്നും മാറിയിട്ടില്ല. ദർ ഇസ് നോ ചേഞ്ച് യെറ്റ്. ദർ ഇസ് നോ ചേഞ്ച് യെറ്റ്. YET യെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ. യെറ്റിന് പകരം ഉപയോഗിക്കാവുന്ന ചില വേർഡ്സ് നമുക്ക് ഇനി നോക്കാം. ദർ ഇസ് നോ ചേഞ്ച് ആസ് യെറ്റ്. ദർ ഇസ് നോ ചേഞ്ച് ആസ് യെറ്റ്. നേരത്തെ നമ്മൾ വെറും യെറ്റ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ ആസ് യെറ്റ്. രണ്ടിന്റെയും മീനിങ് ഒരുപോലെയാണ്. ദർ ഇസ് നോ ചേഞ്ച് ആസ് യെറ്റ്. ഇതുവരെ ഒന്നും മാറിയിട്ടില്ല. ദർ ഇസ് നോ ചേഞ്ച് ടിൽ നൗ. ദർ ഇസ് നോ ചേഞ്ച് ടിൽ നൗ. ഇവിടെയും നമ്മൾ ഇതുവരെ എന്നതിന് ടിൽ നൗ എന്നാണ് ഉപയോഗിക്കുന്നത്. ദർ ഹാസ് ബീൻ നോ ചേഞ്ച് until now. There has been no change until now. അപ്പോൾ till now എന്നതിന്റെ ഒരു വേരിയേഷൻ ആണ് until now. ഇതുവരെ ആയിട്ടും മാറ്റം ഒന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. There has been no change until now. There is no change up to now. There is no change up to now. അപ്പോൾ until now ഇവിടെ നമ്മൾ up to now. There is no change up to now. അതുപോലെ തന്നെ so far nothing has changed. So far nothing has changed. So far എന്ന് പറഞ്ഞാലും ഇതുവരെ എന്നർത്ഥമാണ്. So far nothing has changed. നമുക്ക് ഇതിനെ തിരിച്ചും പറയാവുന്നതാണ്. Nothing has changed so far. Nothing has changed so far. അപ്പോൾ so far ഫ്രണ്ടിലും ഉപയോഗിക്കാം അല്ലെങ്കിൽ ബാക്കിലും ഉപയോഗിക്കാം. രണ്ടും ഓക്കെയാണ്.
അപ്പോൾ ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു